വിൻസർ ആപ്പിൽ അപ്ഡേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. നമ്മൾ ആപ്പ് തുറക്കുന്ന സമയത്ത് തന്നെ താഴെ ഒരു ബാനർ കാണാം, അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ലോഡായി വരുന്നു. ഒരു തവണ കൂടെ അപ്ഡേറ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ആദ്യം ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്ത ഫീച്ചേഴ്സുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യമായിട്ട് നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലവിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ മത്സരങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അത് ജൂനിയറിലാണോ ഇൻഡിവിജ്വലാണോ ഗ്രൂപ്പാണോ അങ്ങനെ കൊടുത്തിട്ട് ഓരോന്നായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിന് പകരമായിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾക്ക് ആഡ് എന്ന പുതിയൊരു ഫീച്ചർ ഇവിടെ ഒരു ബട്ടൺ കാണാം, ബൾക്ക് ആഡ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെക്ഷനിലേക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇത് ഇൻഡിവിജ്വലാണോ ഗ്രൂപ്പാണോ എന്നും കൊടുക്കാം. പിന്നെ ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് നോക്കിയിട്ട് അതും കൊടുക്കാം. എല്ലാ മത്സരങ്ങളും നമ്മളിവിടെ താഴെ മത്സരങ്ങളുടെ പേര് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മളെ മദ്രസയുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം വരുന്ന ഒരു പാർട്ടിസിപ്പൻസിൻ്റെ ലിമിറ്റ് ഇവിടെ കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മത്സരങ്ങളുടെ പേര് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് സ്പീച്ച് എന്ന് ഞാനിവിടെ ആഡ് ചെയ്തു. അടുത്തായിട്ട് മലയാളം സ്പീച്ച്, പിന്നെ ഉറുദു സ്പീച്ച്, പിന്നെ അറബിക് സ്പീച്ച്. ഇനിയിപ്പോൾ നമ്മൾ വാട്സപ്പിൽ എവിടെയെങ്കിലും കോപ്പി ടെക്സ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പ്രിവ്യൂ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് പ്രിവ്യൂ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കൊടുത്ത ഐറ്റംസൊക്കെ ഒരു ലിസ്റ്റായി ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ഐറ്റം കോഡ് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കൊടുത്തത് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ മലയാളം സ്പീച്ച് ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ട്. അതെന്താ വെച്ചാൽ നിലവിൽ ഓൾറെഡി മലയാളം സ്പീച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഒരു വാർണിംഗ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മലയാളം സ്പീച്ച് റിമൂവ് ചെയ്തിട്ട് വേണം എൻ്റർ ചെയ്യാൻ. ഇങ്ങനെ വാർണിംഗ് വന്നതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോവാം. ഇനിയിപ്പോൾ വാർണിംഗ് വന്ന് നമുക്ക് ഇതിപ്പോൾ ഒരു ഐറ്റം 2 തവണ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലാഗ് ചെയ്തതിന് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് കട്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, ജൂനിയറിൽ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. മലയാളം സ്പീച്ച് ആയിരുന്നു നേരത്തെ വാർണിംഗ് കാണിച്ചത്, അത് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ പ്രിവ്യൂ കൊടുത്തു, അപ്പോൾ ഇവിടെ വന്നു. ഓക്കെ, ഇനി ആഡ് ഓൾ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മത്സരങ്ങളൊക്കെ ഇവിടെ ആഡായി. ഇംഗ്ലീഷ് സ്പീച്ച്, ഉറുദു സ്പീച്ച്, അറബിക് സ്പീച്ച്. ഇനി ഇതിൽ ഏതെങ്കിലും മത്സരത്തിന് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ മാക്സിമം പാർട്ടിസിപ്പൻസ് 2 ആണ് കൊടുത്തത്. അത് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇത് നല്ല ഏതാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, ഏത് രൂപവും എന്ത് ചെയ്യാം, നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ ഓഫ് സ്റ്റേജിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഓൺ സ്റ്റേജ് വേണമെങ്കിൽ ക്ലിക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, എല്ലാം ഓൺ സ്റ്റേജ്. എന്ത് എഡിറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തതിൻ്റെ ശേഷവും നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു ഫീച്ചർ, നമ്മൾ ഇപ്പോൾ ഐറ്റംസ് ആഡ് ചെയ്തതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിനെയും നമുക്ക് ബൾക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ നമ്മൾ നിലവിൽ ആഡ് ബട്ടൺ അടിച്ചിട്ട് ഓരോരുത്തരുടെ ഫോട്ടോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇനി നമ്മൾ ബൾക്ക് ആഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ കൊടുക്കാനുണ്ടാവും. അതേപോലെ ഏത് ടീമിലേക്കാണ് ഈ ലിസ്റ്റിലുള്ള മത്സരാർത്ഥികളെ ആഡ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വാട്സാപ്പിൽ നമ്മൾ ടെക്സ്റ്റായിട്ടൊക്കെ ടീം വൈസ് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താലും നമുക്ക് ഈ രൂപത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.
എന്നിട്ട് പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ താഴെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തൊക്കെ ഇവിടെ അവരുടെ ID നമ്പർ സഹിതം ഇവിടെ കാണിക്കും. ആഡ് ആൾ എന്ന ബട്ടൺ കൊടുത്താൽ അവരിവിടെ താഴെ വന്നു, മിദ്ലാജ്, അഷ്റഫ്, മിഗ്ദാദ്. ഇനി ഇവരിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്താണെങ്കിൽ, അതായത് അവരെ ഫോട്ടോ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ മാറ്റവും നമുക്ക് ഏതൊക്കെ മാറ്റം വരുത്തണം അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ വരുന്നത്, മറ്റൊരു ഫീച്ചർ വരുന്നത്, നമ്മളിപ്പോൾ ഐറ്റംസ് എല്ലാം ബൾക്കായിട്ട് ആഡ് ചെയ്യുന്ന രൂപം നമ്മൾ കാണിച്ചു. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിനെ ബൾക്കായിട്ട് ആഡ് ചെയ്യുന്ന രൂപം കാണിച്ചു. ഇതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസ് ബൾക്കായിട്ട് ഓരോ പാർട്ടിസിപ്പൻസിന് സിമ്പിളായിട്ട് ആഡ് ചെയ്യാനുള്ള രൂപമാണ് കാണിക്കുന്നത്. നിലവിൽ നമ്മൾ ഒരു മത്സരാർത്ഥിക്ക് ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓരോ മത്സരാർത്ഥികളെയും തുറന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന രൂപമായിരുന്നു നിലവിൽ നമുക്കുണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പാർട്ടിസിപ്പൻസിൽ വന്നിട്ട് അസൈൻ ഐറ്റം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് പാർട്ടിസിപ്പൻസിൽ അസൈൻ ഐറ്റംസ് 3 ഓപ്ഷൻ. ഒന്നാമത്തേത് ബൈ ഐറ്റം എന്നാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ബൈ ഐറ്റം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ഐറ്റം തിരഞ്ഞെടുത്തിട്ട് അതിലേക്ക് വേണ്ട മത്സരാർത്ഥികളെ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന രൂപമാണ്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഉറുദു സ്പീച്ച് ഞാൻ ഇവിടുന്ന് എടുക്കുന്നു. അത് സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജൂനിയറിൻ്റെ മത്സരം ആയതുകൊണ്ട് ജൂനിയറിൽ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളുടെ പേരും ഇവിടെ വരും. എല്ലാ ടീമിലുള്ള ആൾക്കാരുണ്ടാവും, റെഡ് ഉണ്ടാവും, ഗ്രീൻ, അങ്ങനെ എല്ലാ ടീമും ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കൊടുത്ത 4 ടീമിൻ്റെ പേരാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ആരൊക്കെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കേണ്ടത് അവരെ പേര് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ടീം ബേസിൽ നമുക്കിത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടീം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ടീം റെഡിലുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. ഇനി ഗ്രീൻ ആക്കി കഴിഞ്ഞാൽ ഗ്രീനിലെ മത്സരാർത്ഥികൾ മാത്രമേ വരുള്ളൂ. തൽക്കാലം ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് പേരെ ആഡ് ചെയ്യുന്നു. ഇങ്ങനൊരു മെസ്സേജ് വരും. അതായത് നമ്മളിപ്പോൾ ഈ ഉറുദു സ്പീച്ച് സെറ്റ് ചെയ്ത സമയത്ത് അതിൽ 2 പേർക്ക് മത്സരിക്കാനുള്ള ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഓൾറെഡി അഷ്റഫും മിക്ദാദും എൻ്റർ ആയിട്ടുണ്ട്. ഇനി 3ാമതൊരാളെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റണം എന്നുണ്ടെങ്കിൽ സെറ്റപ്പിൽ അതായത് ഈ മത്സരത്തിൻ്റെ സെറ്റപ്പിൽ പോയിട്ട് നമുക്കതിൽ ആളുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വേണ്ട മത്സരാർത്ഥികൾക്കൊക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് അസൈൻമെൻറ്റ് കൊടുത്തിട്ട് നമ്മുടെ ഇത് ക്ലോസ് ചെയ്തത് വന്നാൽ നമ്മൾ ആഡ് ചെയ്ത അഷ്റഫിന് ഉറുദു സ്പീച്ച് ആഡ് ആയിട്ടുണ്ട്, മിക്ദാദിന് ഉറുദു സ്പീച്ച്. അപ്പോൾ അവരുടെ പേരിൽ ആ മത്സരം ആഡായി കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി 2ാമത്തെ ഓപ്ഷൻ ഗ്രിഡ് വ്യൂ ആണ്. ഇത് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ്. നമുക്കിതിൽ സെക്ഷൻ ബേസിൽ ആദ്യം ജൂനിയറിനെ തിരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ലോഡ് ഗ്രിഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ലിസ്റ്റ് വരും. അതായത് ഇടത് ഭാഗത്ത് മത്സരാർത്ഥികളുടെ പേരാണ്, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് മത്സര ഇനങ്ങളുമാണ്. ഇത് നോക്കിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും മത്സരങ്ങൾ നോക്കിയിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടീം ബേസ് ചെയ്തിട്ടും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ഗ്രിഡ് കൊടുത്താൽ പിന്നെ റെഡ് ടീമിലെ ആൾക്കാർ മാത്രമേ, മത്സരാർത്ഥികൾ മാത്രമേ ഇവിടെ വരുള്ളൂ. ഇത് ഒഴിവാക്കിയിട്ട് ലോഡ് ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വരും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെറ്റപ്പിൽ ചെയ്തതിന് വിപരീതമായിട്ട് ലിമിറ്റ് കൊടുത്തതിൽ കൂടുതലായിട്ട് ടിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും വാണിംഗ് വരും. അങ്ങനെ നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് ഓൾ അടിച്ചാൽ എല്ലാം സേവ് ആവുന്നതാണ്. അപ്പോൾ ഈ 2 രൂപത്തിൽ നമുക്ക് മത്സരാർത്ഥികൾക്ക് മത്സരം അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റൊരു മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രൂപ്പ് ഗ്രിഡ്, അതായത് ഗ്രൂപ്പ് ഐറ്റം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇത് നമ്മൾ ജൂനിയറിൽ പോയിട്ട് ലോഡ് ഗ്രിഡ് കൊടുത്താൽ അതിൽ ഗ്രൂപ്പ് ഐറ്റം, അതായത് ഗ്രൂപ്പ് പാർട്ടിസിപ്പൻസ് ആയിട്ട് നമ്മൾ കൊടുത്തവരുടെ പേരും ഗ്രൂപ്പ് ഐറ്റം ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മത്സര ഇനവും ഇവിടെ കാണിക്കും. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നോക്കിയിട്ട് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സേവ് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും.